വിഷുവിന് പൊൻകണിയൊരുക്കാൻ കണിവെള്ളരികളും കണിമത്തനും വിപണി നിറഞ്ഞു. വിഷുക്കാലം എത്തിയതോടെ കണി വിഭവങ്ങൾക്ക് ഡിമാൻഡ് കൂടി. അതിൽ പ്രധാനിയാണ് കണിവെള്ളരി. പച്ചപുതച്ച പാടങ്ങളിൽ സ്വർണ്ണ നിറത്തിൽ പടർന്നു കയറിയ കണിവെള്ളരി കർഷകർ വിളവെടുത്ത് വിപണിയിൽ എത്തിച്ചു കഴിഞ്ഞു. വീണ്ടും ഒരു വിഷുക്കാലം എത്തിയതിന്റെ പ്രതീകമായി മാർക്കറ്റുകളിലും വഴിയോരങ്ങളിലും കണിവെള്ളരി കുന്നുകൂട്ടിയിട്ടുണ്ട്. ഈ വർഷത്തെ വിഷു വിപണി വളരെ സജീവമാണ്. വിലകൾ സാധാരണ പോലെ തന്നെയാണെങ്കിലും ഇടമഴകൾ പെയ്ത് വെള്ളിരി ഒരുപാട് നശിച്ചു പോയിട്ടുണ്ട്. പാകമായ വെള്ളിരി പഴം കൂടി അതിൽ മഴയും കൂടി വീണപ്പോൾ ഒരുപാട് വന്നതിൽ പകുതിയും വേസ്റ്റായിപ്പോയി. അങ്ങനെ കുറച്ച് വെള്ളിരിക്ക് ഡാമേജ് വന്ന് എല്ലാവിടെയും അതിനൊരു ചെറിയൊരു പ്രയാസം വന്നു. വിപണിയിൽ വെള്ളിരി ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷേ വിൽപ്പനയ്ക്ക് പറ്റിയ വെള്ളിരി കുറവായി പോയിട്ടുണ്ട്. എങ്കിലും വിപണിയിലേക്ക് സജീവമായ എല്ലാ പച്ചക്കറികളായാലും പഴങ്ങളായാലും എല്ലാം ഏകദേശം എല്ലാവിടെയും സമൃദ്ധമായി തന്നെ ഉണ്ട്. കണിമത്തൻ മെയിനായിട്ട് കൃഷി ചെയ്യുന്നത് കർണാടകയിൽ നിന്നാണ് വരുന്നത്. വെള്ളിരി നമ്മുടെ കേരളത്തിലും തമിഴ്നാട്ടിലും അവിടെ നിന്നും എല്ലാം വെള്ളിരി വരുന്നുണ്ട്. പക്ഷേ കണിമത്തൻ മാത്രം മറ്റുള്ള പഴവർഗ്ഗങ്ങളെല്ലാം കൂടുതലും ബാംഗ്ലൂരിൽ നിന്നാണ് വരുന്നത്. കേരളത്തിൽ കൃഷിക്ക് ചക്കയും അത്യാവശ്യം മാങ്ങയും കണിവെള്ളിരി മാത്രമാണ് കേരളത്തിൽ നമുക്ക് കണിക്കായിട്ട് കൃഷിയിടങ്ങളിൽ നിന്ന് വരുന്നത്. മറ്റുള്ളതെല്ലാം അതർ സംസ്ഥാനങ്ങളിൽ നിന്നാണ് വരുന്നത്. വിലകളെ ഇപ്രാവശ്യം താരതമ്യം നോക്കിയാൽ ഫ്രൂട്ട്സ് നല്ല വിലയുണ്ട്. പച്ചക്കറികളൊക്കെ ആവറേജ് ഒരു മിതമായ വില തന്നെയാണ് ഉള്ളത്. കർഷകരുടെ 3 മാസത്തെ പ്രതീക്ഷയുടെ വിളവെടുപ്പാണ് വിഷു കച്ചവടം. വിഷുവിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ കണിവെള്ളരിയുടെ വിൽപ്പന തകൃതിയാണ്. കണിവെള്ളരിക്ക് സമാനമായി വിഷുക്കണിയിൽ വെക്കാൻ ഉപയോഗിക്കുന്ന നല്ല മഞ്ഞ നിറവും ഭംഗിയും ആകൃതിയുമുള്ള മത്തങ്ങ ഇനമാണ് കണിമത്തൻ. കർണാടകയിൽ വ്യാപകമായി കൃഷി ചെയ്യുന്ന ഇത് കേരളത്തിൽ വിഷുവിന് മുന്നോടിയായി പരീക്ഷണാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യാറുണ്ട്. സൂര്യമുഖി മത്തൻ എന്നും ഇതറിയപ്പെടുന്നു. മഞ്ഞ പച്ച നിറങ്ങളിൽ കാണപ്പെടുന്ന ഇവയ്ക്ക് നല്ല ചന്തമുള്ളതിനാൽ കണിയൊരുക്കാൻ ഏറെ അനുയോജ്യമാണ്. കായ്ക്കുമ്പോൾ മഞ്ഞ നിറമുള്ള കണിമത്തൻ മൂപ്പെത്തുമ്പോൾ ഓറഞ്ച് നിറമാകും. 60-ാം ദിവസം കായ്ച്ച് 30 ദിവസത്തിനകം മൂപ്പെത്തുന്ന കണ്ണിനും മനസ്സിനും കുളിരു പകരുന്ന കണിമത്തൻ മലയാളികളുടെ വിഷുക്കണിയിൽ പ്രധാനിയാണ്. UTV ന്യൂസ്, പാലക്കാട്.